ഹായ് ഓൾ, എല്ലാവരും എത്തിയോ? കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഓക്കെ അല്ലേ? ആരെങ്കിലും റിപ്ലൈ ചെയ്യോ? ഓക്കെ ഓക്കെ. എന്തായി നിങ്ങളുടെ പഠിത്തം കാര്യങ്ങളൊക്കെ എന്തായി? പഠിച്ചു കഴിഞ്ഞ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോ? അത് ടൈം കിട്ടിയതുകൊണ്ട് പിന്നെയും ലാഗായോ? പരീക്ഷയ്ക്ക് ടൈം കിട്ടിയെന്നൊക്കെ അറിഞ്ഞ സമയത്ത് ഓരോ ദിവസം ഒരു മുടികളൊക്കെ വെച്ചിട്ട് പഠിക്കാന്നൊക്കെ കരുതിയിട്ടുണ്ടാവും, പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടാവില്ല അല്ലെ? ഏതായാലും നോക്കിയ ദിവസം ഉണ്ടല്ലോ, 3-4 ദിവസം കൂടി ഇല്ലേ? നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ചെറിയൊരു ടോപ്പിക്, ക്ലാപെറോൺസ് തിയറം അല്ലെങ്കിൽ ത്രീ മൊമെന്റ് തിയറം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോ ഓക്കെ, സൗരവൊന്നും അറിയില്ല സർ എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല, ടൈം ഉണ്ടല്ലോ. ആ ഒരു ടൈമിൽ പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ടി എസ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇനി ആളെ വെയിറ്റ് ചെയ്യുന്നില്ല. 6:30 കഴിഞ്ഞില്ലേ? സോറി, 8 മണി, ഇവിടെ 8 മണിയാണല്ലോ അല്ലേ? കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും 1 മണിക്കൂറേ കിട്ടുള്ളൂ. ഗൂഗിൾ മീറ്റ് ഇവിടെ 1 മണിക്കൂറേ കിട്ടുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് കിട്ടൂല. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഗൂഗിൾ മീറ്റ് കട്ടായി പോവുകയാണെങ്കിൽ ഗ്രൂപ്പിൽ അപ്പൊ തന്നെ അടുത്ത ലിങ്ക് ഇടും, അപ്പൊ അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ക്വസ്റ്റ്യൻക്ക് പോവാം. അപ്പൊ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. പാർട്ട് സിയിൽ 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നോക്ക്, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇൻ കേസ് അത് വിസിബിൾ അല്ല, ഫോണ്ട് സൈസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സൂം ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ കിട്ടും. അപ്പോ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം പാർട്ട് സി നവംബർ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നോക്ക്. ഈ ക്വസ്റ്റ്യൻ നമ്പർ നോക്കണ്ട, 9ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് നവംബർ 2023 ചോദിച്ചിട്ടുണ്ടായിരുന്ന 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലാരിറ്റി ചിലപ്പോൾ കുറച്ച് കുറവുണ്ടാവുന്നാലും പറയുന്നത് മനസ്സിലാവണില്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു അല്ലേ. ഓക്കെ, അപ്പൊ നോക്കിയ ക്വസ്റ്റ്യൻ, കണ്ടിന്യൂസ് ബീം ഹാസ് 2 സ്പാൻസ് എ ബി ബി സി അല്ലെ, 2 സ്പാൻ ഉണ്ട്. കണ്ടിന്യൂസ് ബീം ആണെന്ന് പറഞ്ഞല്ലേ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കണ്ടിന്യൂസ് ബീം ആണ് അല്ലെ. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. ഒന്ന് ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കും. യെസ്, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? എ കണ്ടിന്യൂസ് ബീം ഹാസ് 2 സ്പാൻസ് എ ബി ബി സി. ഓൾ സപ്പോർട്ട്സ് ആർ സിംപ്ലി സപ്പോർട്ട്. Okay, the loading on the span is 60 kilonewton per meter on AB, 50 kilonewton per meter on BC. If EI is constant, find the fixed end moments and draw the bending moment diagram. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് മെയിൻ ആയിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിൽ യൂസ് ചെയ്യേണ്ടത്, എന്ത് വെച്ചിട്ടാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കേണ്ടത്? 3 മൊമെന്റ് തിയറം ആണ് വെക്കേണ്ടത് അല്ലെ. 3 മൊമെന്റ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലാപെറോൺസ് തിയറം തന്നെയാണ്. ഓക്കെ, അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കുറച്ച് ബീം ഉണ്ട് അല്ലെ, ഒരു ബീം ഉണ്ട്. അതിന്റെ എങ്ങനെയൊക്കെയാണ് അതിന്റെ സപ്പോർട്ട് കാര്യങ്ങൾ വരുന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ബീമിൽ വരുന്ന ലോഡ് എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഫിഗർ ഒന്ന് വരച്ചു നോക്കുക. ഓക്കെ, ഈ ഒരു ബീമിന്റെ ഫിഗർ വരയ്ക്കാം. ഈ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം, ബീമിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം നിങ്ങളൊന്ന് വരച്ചു നോക്ക്. എങ്ങനെ വരിക? ജസ്റ്റ് തന്നെ നിങ്ങളൊന്ന് വരച്ചു നോക്ക് കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ ഒപ്പം നോട്ട്ബുക്കും പെന്നും കാൽക്കുലേറ്ററും വേണം. നമുക്ക് പ്രോബ്ലംസ് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ ക്ലാസ് കേട്ട് പോവാന്ന് മാത്രമല്ല, നമ്മൾ അപ്പൊ തന്നെ പഠിച്ചു പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് ആദ്യം ഫിഗർ ഒന്ന് വരച്ചു നോക്കുക. നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യും, എന്നിട്ട് ഞാൻ വരയ്ക്കണം. ഓക്കെ, അപ്പൊ നോക്ക്. അപ്പൊ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് അല്ലെ. ഇങ്ങനെ ഫിഗർ വന്നിട്ടുള്ളത് നോക്ക്. രണ്ട്
സ്പാൻ ഉണ്ടല്ലോ, ഒരു ബീം ഉണ്ട്, അതിൽ 2 സ്പാൻ ഉണ്ട് എന്ന് പറഞ്ഞു, എ ബി ആൻഡ് ബി സി. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പോയിന്റ് എ എന്ന് പറയാം. പിന്നെ എ ബിയുടെ സ്പാന് 6 മീറ്റർ ആണ്, ബി സി 8 മീറ്റർ ആണ് അല്ലെ. അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗത്താണ് ബി വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി എല്ലാ സ്പാനും അല്ലെങ്കിൽ എല്ലാ സപ്പോർട്ടും എന്താണ്? ഓൾ സപ്പോർട്ട്സ് ആർ സിംപ്ലി സപ്പോർട്ടഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇനി സ്പാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഇത് 6 മീറ്റർ, എ ബി എന്ന് പറയുമ്പോൾ 6 മീറ്റർ ആണ്, അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. ഇനി അതിൽ വരുന്ന ലോഡിങ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? 2 സ്പാനിലും യു ഡി എൽ തന്നെയാണ് അല്ലെ. എന്താ യു ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്. ഓക്കെ, ദ ലോഡിംഗ് ഓൺ സ്പാൻ ഈസ് 60 കിലോന്യൂട്ടൺ പെർ മീറ്റർ ഓൺ എ ബി. എ ബിയിൽ എത്രയാണത്? 60 കിലോന്യൂട്ടൺ പെർ മീറ്റർ ആണ്, 60. അതുപോലെ ബി സിയിൽ എത്രയാണത്? 50 ആണ്. ഓക്കെ, ബി സി എന്ന് പറഞ്ഞ സ്പാനിൽ അത് 50 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ബീമിന്റെ ഈ ലോഡിംഗ് കണ്ടീഷൻ വെച്ചിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കേണ്ടതാണ്. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യാം? ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് എന്താണ്? യൂസ് 3 മൊമെന്റ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 3 മൊമെന്റ് തിയറം വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഇത് ചെയ്യും? അപ്പൊ 3 മൊമെന്റ് തിയറം എന്താണെന്നുള്ളത് അറിയണം അല്ലെ. ക്ലാപെറോൺസ് തിയറം ഓഫ് 3 മൊമെന്റ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? 2 സ്പാൻ എ ബി ആൻഡ് ബി സി 2 സ്പാൻ ആണെന്നുണ്ടെങ്കിൽ, ഒരു കണ്ടിന്യൂസ് ബീമിന്റെ 2 സ്പാൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ എം എ, എം ബി ആൻഡ് എം സി, അത് 3 പോയിന്റത്തെയും മൊമെന്റ് നമുക്ക് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്. ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. എന്താണ് ആ ഇക്വേഷൻ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, എങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടി ഒന്ന് എഴുതാം. ഇക്വേഷൻ എന്താണ്? എം എ ഇൻറ്റു എൽ വൺ പ്ലസ് 2 എം ബി ഇൻറ്റു എൽ വൺ പ്ലസ് എൽ ടു പ്ലസ് എം സി ഇൻറ്റു എൽ ടു പ്ലസ് 6a1 x1 bar divided by L1 plus 6a2 x2 bar by L2 equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് ഓക്കെ തന്നെയല്ലേ? ഫോൺ സൈസ് ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇക്വേഷനത്തെ ഓരോ ടേംസുകൾ അല്ലെ, അത് നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ക്ലാപെറോൺസ് തിയറം അല്ലെങ്കിൽ 3 മൊമെന്റ് തിയറം വന്നിട്ടുള്ളത് ഒരു കണ്ടിന്യൂസ് ബീം, 2 സ്പാൻ വരുന്ന ഒരു കണ്ടിന്യൂസ് ബീം ആണെന്നുണ്ടെങ്കിൽ, അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ഫിഗർ ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും. 2 സ്പാൻ എ ബി ആൻഡ് സി, ഇത് എ, ഇത് ബി, ഇത് സി. 2 സ്പാനിൽ വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുള്ള ലെങ്ത് ഉണ്ടോ? ആദ്യത്തെ സ്പാനിൽ ലെങ്ത് L1, രണ്ടാമത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതായിട്ടുണ്ട് എന്ത്? ഈ ടേംസുകൾ ഇപ്പൊ നമുക്ക് മനസ്സിലായി. L1 L2 കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്താ അതിൽ നമുക്ക് മനസ്സിലാവാനുള്ളത്? എം എ ഉണ്ട് അല്ലെ, അതുപോലെ എം ബി, എം സി. അപ്പൊ അതെന്താണ്? ഈ പോയിന്റത്തെ മൊമെന്റിനെയാണ് നമ്മൾ എന്ത് പറയാം? എം എ എന്ന് പറയാം. ഉണ്ടോ? ഈ പോയിന്റത്തെ മൊമെന്റിനെ എം എ എന്ന് പറയും, ഈ പോയിന്റത്തെ മൊമെന്റിനെ നമ്മൾ എം ബി എന്ന് പറയും, ഇതിന്റെ എം സി എന്ന് പറയും. അപ്പൊ അത് ഓക്കെ ആയി. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇനി എന്താ അതിലുള്ളത്? നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത എന്ത് ടേംസ് അതിൽ വന്നിട്ടുള്ളത്? 2 ടേംസ്. ഒന്ന് A1 ഉണ്ട് അല്ലെ, അതുപോലെ A2 എന്ന് വെച്ചാൽ ഏരിയ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏരിയ A1 A2 കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏരിയ ആണ്. പിന്നെ x1 ബാറും ഉണ്ട്, x2 ബാറും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതെന്താണ്? A1 ഉം A2 ഉം അത് പറയാം. അപ്പൊ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏത് പ്രോബ്ലം ആയി കഴിഞ്ഞാലും നമുക്കൊരു ബീം തന്നിട്ടുണ്ടാവും, അതോടൊപ്പം തന്നെ ആ ബീമിൽ എന്തുണ്ടാവും? ഇത്തരത്തിലൊരു ബീമാണെങ്കിൽ ആ ബീമിന്റെ മുകളിൽ ലോഡിംഗ് ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ ഇങ്ങനെ ത്രൂ ഔട്ട് യു ഡി എൽ ആയിരിക്കാം. എ ബി സി എന്ന് പറഞ്ഞ സ്പാനിൽ ഒന്നെങ്കിൽ ത്രൂ ഔട്ട് യു ഡി എൽ ആയിരിക്കാം. ഇനി അതല്ലെങ്കിലോ എ ബി സി എന്ന് പറഞ്ഞ സ്പാനിൽ ചിലപ്പോൾ ഇത്രയും ഭാഗത്ത് യു ഡി എൽ ഉണ്ടാവും അല്ലെ. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് ചിലപ്പോൾ ഒരു പോയിന്റിലൂടെയായിരിക്കും ആക്ട് ചെയ്യുക. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ തൽക്കാലം ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? യു ഡി എൽ ആണ് അല്ലെ. എൻറ്റയർ സ്പാനിൽ യു ഡി എൽ ആണ്. യു ഡി എല്ലിന്റെ വാല്യൂസിൽ മാറ്റമുണ്ട്. അപ്പൊ ഇവിടെ ബി, ഇത് എ, ഇത് സി. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെ, ഇപ്പോ ഇവിടെ ഇത് രണ്ടും സിംപ്ലി സപ്പോർട്ടഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം.
സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും? ഈ രീതിയിൽ വരച്ചൂടെ? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി, പിന്നെ അടുത്ത സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്താണ്? ബി സി. ഓക്കെ, അപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ നമുക്ക് എന്തറിയാൻ പറ്റും? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് അറിയാം അല്ലെ? സിമ്പിൾ കേസ് ആണ്. എന്താണ് ഈ രീതിയിലാണ് വരിക. സിംപ്ലി സപ്പോർട്ട് ബീമിൽ UDL വന്നു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? ഒരു പാരബോളിക് ഷേപ്പിലാണ് വരിക. ഓക്കെ അല്ലെ? ഇനി അതിൽ തന്നെ എന്താണ് വരുന്നത്, അതിന്റെ വാല്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അത് പറയാം. അപ്പൊ ഇതില് നിങ്ങൾ നോക്ക്, ഇതാണ് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഫസ്റ്റ് സ്പാനിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ. അതിനെയാണ് നമ്മൾ A1 എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് വരുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയക്കാണ് നമ്മൾ A1 എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ സ്പാനും ഇതുപോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് കൺസിഡർ ചെയ്യാം. ആ സമയത്ത് വന്നിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? A2 എന്ന് പറയാം. ഓക്കെ അല്ലേ? അത് ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ ടേംസുകൾ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണോ? നമ്മളിപ്പോ പറഞ്ഞത് L1 എന്താണ് പറഞ്ഞു, L2 എന്താണ് പറഞ്ഞു, MA MB MC പറഞ്ഞു, പിന്നെ A1 A2 പറഞ്ഞു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ അതായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഇക്വേഷനിൽ ബാക്കിയുള്ളത്? X1 ബാറും X2 ബാറും ഉണ്ട് അല്ലെ? അപ്പൊ X1 ബാർ എന്താണ്? X1 ബാർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ഏരിയ അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫിഗർ തന്നെ എടുക്കാം. A1 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള ഷെയ്ഡ് ചെയ്ത പോർഷൻ, അതിനൊരു എന്തുണ്ട്? സെൻട്രോയിഡ് ഉണ്ടാവും അല്ലെ? ഏകദേശം അതിന്റെ സെന്ററിലൊക്കെ ആയിട്ട് ഈ ഒരു പൊസിഷനിലായിട്ടാണ് അതിന്റെ സെൻട്രോയിഡ് വരിക. അപ്പൊ ഈ ഒരു A എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെ, നമുക്ക് ലെഫ്റ്റ് എൻഡ് A ആണ്. അപ്പൊ Aയിൽ നിന്ന് ഈ സെൻട്രോയിഡിലേക്കുള്ള ദൂരം, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? X1 ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഫിഗറിനും ഉണ്ടാവുന്നത് ഒരു സെൻട്രോയിഡ്. അപ്പൊ രണ്ടാമത്തെ ഫിഗറിന്റെ റൈറ്റ് എൻഡിന് നമുക്ക് എന്താ പറയുന്നത്? അത് C ആണ് അല്ലെ? അപ്പൊ രണ്ടാമത് X2 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിയിൽ നിന്ന് ഈ ഒരു ഫിഗറിന്റെ സെൻട്രോയിഡിലേക്കുള്ള ദൂരത്തിനാണ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് എന്ത് പറയുന്നത്? X2 ബാർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സെന്റോറിൽ നിന്നുള്ള ദൂരം. ഇപ്പൊ ഫസ്റ്റ് X1 ബാർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് എൻഡിലത്തെ പോയിന്റ് ആയിട്ടുള്ള Aയിൽ നിന്ന് ഈ ഒരു സെന്റോറിലേക്കുള്ള ദൂരത്തിനാണ് നമ്മൾ X1 ബാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ X2 ബാർ എന്ന് പറയുമ്പോൾ അതെന്താണ്? രണ്ടാമത്തെ സ്പാനിലത്തെ ആ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സെന്റോറിൽ നിന്ന് റൈറ്റ് എൻഡിലുള്ള സിയിലേക്കുള്ള ദൂരം. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് സെന്റോർഡ് ഓഫ് A2 ഫ്രം C, അതിനാണ് നമ്മൾ എന്ത് പറയാ? X2 ബാർ എന്ന് പറയാം. ഇതാണ് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ത്രീ മൊമെന്റ് തിയറത്തിന്റെ ഇക്വേഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വെക്കേണ്ടത്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇക്വേഷൻ ഓക്കെ അല്ലേ? ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ഇക്വേഷന്റെ ഓരോ ടേംസും പഠിച്ചു വെക്കുക. എന്നെങ്കിലും ആ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ക്ലിയർ ആവുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ ടേംസ് അതിൽ എന്തൊക്കെ കൊടുക്കാൻ പോകുന്നതെന്നും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നോക്ക്, ഇപ്പൊ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്റെ സ്പാന് കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലെ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഇപ്പൊ എന്താ ഉള്ളത്? രണ്ട് സ്പാനുകൾ ഉണ്ട്, ഒരു കണ്ടിന്യൂസ് ബീം ആണ്, രണ്ട് സ്പാൻ ഉണ്ട്. ആദ്യത്തെ സ്പാനിൽ 6 മീറ്റർ ആണ് ലെങ്ത്. ആ ഒരു 6 മീറ്ററിൽ നമുക്ക് വന്നിട്ടുള്ള ലോഡിംഗ് എന്ന് പറഞ്ഞാൽ UDL 60 kN/m ആണ്, 60 kN/m. രണ്ടാമത്തെ അതിന്റെ വലത് ഭാഗത്ത് വന്നിട്ടുള്ള സ്പാൻ 8 മീറ്റർ ആണ്. അതിൽ വന്നിട്ടുള്ള ലോഡിംഗ് എന്താണത്? 50 kN/m ആണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമ്മോട് ചോദിച്ചിട്ടുള്ളത് അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ വരയ്ക്കാന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഫിഗറിനെ വേണമെങ്കിൽ ജസ്റ്റ് അത് ഗിവൺ ഡാറ്റ ഒന്ന് എഴുതി വെക്കാം അല്ലെ? നോക്ക്, ഒന്നുകൂടി വരക്കുന്നുണ്ട്. രണ്ട് സ്പാന് AB ആൻഡ് C. അപ്പൊ ഇത് 6 മീറ്റർ, ബാക്കി 8 മീറ്റർ. ഓക്കെ അല്ലെ? ഇത് 60 kN/m, ഇത് 50. ഈ B എന്ന് പറഞ്ഞ പോയിന്റിന് ശേഷം 50. ഓക്കെ, അപ്പൊ ഇത് ഗിവൺ ഡാറ്റയിൽ നിന്ന് നമുക്ക് L എഴുതി കൂടെ? L1 എത്രയാണ്? അതുപോലെ L2 എത്രയാണ്? പിന്നെ L1 എന്ന് പറഞ്ഞ സ്പാനിൽ വന്നിട്ടുള്ള W1ന്റെ വാല്യൂ എത്രയാണ്? W2യുടെ വാല്യൂ എത്രയാണ്? L1 എത്രയാണ് വന്നിട്ടുള്ളത്? ആരെങ്കിലും ഒന്ന് പറയോ? ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിട്ടാ. അതെ, ഓക്കെ. L1 എന്ന് പറയുന്നത് 6 മീറ്റർ ആണ് അല്ലെ?
6 മീറ്റർ. അതുപോലെ L2 വന്നിട്ടുള്ളത് 8 മീറ്റർ ആണ്. ഇനി W1 L1ൽ വരുന്ന ലോഡിംഗ് എത്രയാണത്? 60 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അതുപോലെ W2 50 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ അല്ലെ? ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും അല്ലെ? ഇനി നമുക്ക് അറിയേണ്ടത് അല്ലെ, നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം അറിയണം അല്ലെ? അതായത് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമുക്ക് അറിയണം. അപ്പൊ അത് രണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വരക്കാണ് കേട്ടോ, AB അതുപോലെ BC. അപ്പൊ നമ്മൾ ഫസ്റ്റ് AB എന്ന് പറഞ്ഞ സ്പാൻ എടുക്കുകയാണ്. AB എന്ന് പറഞ്ഞ സ്പാൻ എടുക്കുകയാണ്. AB എന്ന് പറഞ്ഞ സ്പാൻ നമ്മളൊന്ന് എടുത്ത് വരയ്ക്കുന്നുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് വരിക. അതിൽ വന്നിട്ടുള്ള ലോഡിങ് 60 ആണ്, 60 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കിട്ടുകയാണെങ്കിൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരുന്നത്? എങ്ങനെ വരിക? ഇത് ബേസിക് ആണ് കേട്ടോ. ഇത് ബേസിക് ആണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അറിയുന്നവർക്ക് അത് ചെയ്തു നോക്കുക, അറിയാത്തവർ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സ്പാന് L ആണെന്ന് കരുതുക. L ലെങ്ത് ഉള്ള സ്പാനിൽ ഇതുപോലെ UDL വരികയാണ്. UDLന്റെ ഇന്റൻസിറ്റി ഇപ്പൊ നമ്മൾ തൽക്കാലം W ആക്കിയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത് എങ്ങനെയാണ്? ഒരു പാരബോളിക് ഷേപ്പ് ആയിരിക്കും വരിക അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കും, എന്നിട്ട് ഇങ്ങനെ പാരബോളിക് ആയിട്ട് വരക്കും. ഇതാണ് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ അല്ലെ? ഈ ഷേപ്പിലാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരിക. അപ്പൊ ഇതിൽ അറിയേണ്ട ഒരു കാര്യം, ഈ ലെങ്ത് ഇതെന്താണ്? ഇത് നമുക്ക് ആ ഒരു ബീമിന്റെ ലെങ്ത് തന്നെയാണ് വരിക, L അല്ലെ? അതോടൊപ്പം തന്നെ ഇവിടെ അറിയേണ്ടത് ഈ ഒരു ഹൈറ്റ് അറിയണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഈ ഒരു മാക്സിമം വാല്യൂ എത്ര എന്നുള്ളത് അറിയണം. ഓക്കെ, അപ്പൊ അതിന് ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? ഈ ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് WL²/8. WL²/8 ആണ്. ഓക്കെ, W എന്ന് പറയുമ്പോൾ ഈ ലോഡിംഗ് ആണ്, L എന്ന് പറഞ്ഞാൽ ഈ ഒരു ബീമിന്റെ സ്പാൻ ആണ്. ഓക്കെ, പിന്നെ L²/8. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു AB എന്ന് പറഞ്ഞ സ്പാന് 6 മീറ്റർ ആണ്. അവിടെ വന്നിട്ടുള്ള ലോഡിംഗ് എത്രയാണ്? 60 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരും? ഇങ്ങനെയല്ലേ വരിക. ഇനി ഈ വാല്യൂ എത്ര വരും? ഇത് 6 മീറ്റർ. ഓക്കെ, ആ വാല്യൂ എത്ര വരിക? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം എന്താണ്? WL²/8 ആണ്. നമുക്കിവിടെ W എത്രയാണ്? W 60 ആണ് അല്ലെ? അപ്പൊ ഈ വാല്യൂ 60 × (6²/8) വരും. 60 × (6²/8). ഓക്കെ അല്ലെ? അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് വന്നിട്ടുള്ളത് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമോ? ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നന്നാവും. എത്ര വന്നിട്ടുള്ളത്? 60 × (6²/8). ആരൊക്കെ ഇതിലുള്ളത്? ഓക്കെ, അലീന, നിമയാദുൽ, ആകാശ് എത്ര കിട്ടിയേ? റിഷാന, റിച്ചു എഴുതിയിട്ടുണ്ട്. അമ്മു, ആകാശിന് എത്ര കിട്ടി? ആകാശ് പോയോ? ആകാശ് കേൾക്കുന്നില്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? ചെയ്ത് നോക്കുന്നില്ലേ അല്ലെ? അതോ മൊബൈൽ ഓണാക്കി വെച്ച് പോയതാ? ഇത് പണ്ടത്തെ ഓൺലൈൻ ക്ലാസ് പോലെ നിങ്ങൾ മൊബൈൽ ഓണാക്കി വെച്ച് പോയിട്ട് കാര്യമില്ല കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് അറ്റൻഡൻസ് തരാനൊന്നുമില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ നോക്ക്. ഇപ്പൊ നമുക്ക് നേരത്തെ അവർ കമന്റ് ചെയ്ത പോലെ തന്നെ 270 വന്നിട്ടുള്ളത്. 270 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് കിട്ടുക. AB എന്ന് പറഞ്ഞ സ്പാനത്തെ കിട്ടി. ഓക്കെ അല്ലെ? ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? X1 ബാർ അല്ലെ? ഇപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ഈ ഒരു മാക്സിമം വാല്യൂ ആ കിട്ടിയത്. ഒന്നും കൂടി എടുത്ത് വരയ്ക്കുന്നുണ്ട്, ജസ്റ്റ് നോക്ക്. AB എന്ന് പറഞ്ഞ സ്പാനത്തെ അല്ലെ, ഈ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. എന്താണ്? 270 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ അല്ല, കിലോ ന്യൂട്ടൺ മീറ്റർ, സോറി അല്ലെ? നമുക്ക് നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷൻ പ്രകാരം എന്താ കിട്ടേണ്ടത്? ഈ ഒരു മാക്സിമം വാല്യൂ ആണ് കിട്ടേണ്ടത്. മാക്സിമം വാല്യൂ നമുക്ക് ഡയറക്റ്റ് അതല്ല കിട്ടേണ്ടത്. പക്ഷേ പകരം എന്താ വേണ്ടത്? ഈ ഒരു ഫിഗറിന്റെ ഏരിയ അറിയണം അല്ലെ? A1. അതുപോലെ തന്നെ X1 ബാറും അറിയണം. അതല്ല നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് ഇനി ഏരിയ കാണണം അല്ലെ? എങ്ങനെ ഏരിയ കിട്ടുക? ഇത്രയും പോർഷന്റെ ഏരിയ നമുക്ക് അറിയണം.
ഇങ്ങനെ കിട്ടൂടാ. ഈ ലെങ്ത് 6 മീറ്റർ ആണെന്ന് അറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ വരുന്നത് 2/3. 2/3 ഈ ഒരു മാക്സിമം വാല്യൂ 270 × 6. ഇതാണ് ഇതിന്റെ ഏരിയ വരുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഇത് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. കാരണം നമുക്കറിയാം ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നത് എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിന്റെ അകത്ത് നമുക്കൊരു പാരബോള വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പാരബോളന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെക്റ്റാങ്കിളിന്റെ 2/3 ആണ്. ഓക്കെ. ഇപ്പൊ റെക്റ്റാങ്കിളിന്റെ ഏരിയ ഇപ്പൊ എങ്ങനെ കിട്ടാം? ഓക്കെ, അറിയിച്ചോ? ഇല്ല, എന്താണ് ക്ലിയർ ആയില്ല? ദൃഷ്ടിയാണ് സംസാരിച്ചത്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? എനിക്ക് ക്ലിയർ ആയില്ല. സൗണ്ട് ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ഓക്കെ. ആരെങ്കിലും കേട്ടോ? ദൃശ്യം ഇപ്പൊ എന്താ പറഞ്ഞത്? ഡൗട്ട് ചോദിച്ചതാണോ? കാണുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും കാണുന്നില്ല? ആർക്കും കാണുന്നില്ലേ? സ്ക്രീന് കാണുന്നില്ലേ? ഓക്കെ, ബാക്കിയുള്ളവർ കാണുന്നുണ്ട്. ചിലപ്പോൾ ദൃശ്യയുടെ അവിടുത്തെ നെറ്റിന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇത്തരത്തിലൊരു റെക്റ്റാങ്കിൾ, ഇപ്പൊ ഇത് സൈഡ് എയും ഇത് സൈഡ് ബിയും ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പാരബോളന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അത് 2/3 A × B ആണ്. അല്ലെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയന്റെ 2/3 ആണ്. അപ്പൊ ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കേസിൽ നിങ്ങൾ നോക്കുക, ഇത് വെച്ചിട്ട് നമുക്ക് ഏരിയ ചെയ്യാൻ പറ്റും അല്ലെ. 2/3 × 270 × 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഏരിയ വന്നിട്ടുള്ളത് 1080 kN/m² വരിക. ഓക്കെ അല്ലെ. ഇനി ഈ ഒരു ഫിഗറിന് ഒരു സെന്ററോഡ് ഉണ്ടാവും അല്ലെ. സെന്ററോഡ് ഉണ്ടാവും. അപ്പൊ ആ സെന്ററോഡ് എവിടെ ഉണ്ടാവുക? ഇതിന്റെ സെന്ററിലായിരിക്കും ഉണ്ടാവുക അല്ലെ. ഏകദേശം ഈ ഒരു പൊസിഷനിൽ ഉണ്ടാവും. അപ്പൊ ആ സെന്ററോഡിൽ നിന്ന് ഈ ലെഫ്റ്റ് എൻഡിലേക്കുള്ള ദൂരം, അതിനല്ലേ നമ്മൾ x1 ബാർ എന്ന് പറയുന്നത്. x1 ബാർ അത് എത്ര വരിക? x1 ബാർ യെസ്, അഖിൽ പറഞ്ഞിട്ടുണ്ട് 3 ആണ് അല്ലെ. കാരണം നമുക്ക് മൊത്തം സ്പാൻ എത്രയാണ്? 6 മീറ്റർ ആണ്. ആ 6 മീറ്ററിന്റെ പകുതിയിലാണ് അത് ഉണ്ടാവുക, അല്ലെങ്കിൽ പകുതിയോളാണ് ഉണ്ടാവുക. ലെഫ്റ്റിന് സെന്ററിലേക്കുള്ള ദൂരം 3 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി ഇവിടെ. ഒന്ന് ഏരിയ കിട്ടി അല്ലെ. A1 എത്ര കിട്ടിയത്? 1080 കിട്ടി. അതുപോലെ തന്നെ x1 ബാർ ഇപ്പൊ കിട്ടി, അഖിൽ പറഞ്ഞ പോലെ 3 മീറ്റർ. അപ്പൊ അത് രണ്ടും ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു സ്പാനിന്റെ കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ എന്തുണ്ട്? അടുത്ത സ്പാനില്ലേ? രണ്ടാമത്തെ ഒരു സ്പാൻ കൂടെ ഉണ്ട് അല്ലെ. ഓക്കെ അല്ലെ. നമ്മൾക്ക് 2 സ്പാൻ ഉണ്ട്. ഇപ്പൊ ഈ സ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തത് ഈ സ്പാൻ എടുക്കാനുണ്ട്. അപ്പൊ അത് തീർക്കാം. അപ്പൊ അത് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇപ്പൊ പറഞ്ഞത് ക്ലിയർ തന്നെയല്ലേ? ഇപ്പൊ ഈ ഫസ്റ്റത്തെ സ്പാനിന്റെ കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ അല്ലേ? A1 എടുത്തതും x1 ബാർ എടുത്തതും A1 കണ്ടത് എങ്ങനെയാന്നുള്ളതും ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത സ്പാനിക്ക് പോവാം. അത് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. രണ്ടാമത്തെ സ്പാന് 8 മീറ്റർ ആയിരുന്നു. 8 മീറ്ററിൽ UDL വന്നിട്ടുണ്ട്. UDLന്റെ വാല്യൂ 50 ആയിരുന്നു അല്ലെ. 50 kN/m ആണ്. അപ്പൊ അതിൽ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 8 മീറ്റർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ബെന്നി മൊമെന്റ് ഡയഗ്രവും ഇതുപോലെ തന്നെ പാരബോളിക് ആയിട്ട് തന്നെയാണ് വരിക. അപ്പൊ അതിൽ ഈ ഒരു കോർഡിനേറ്റ് എത്ര വരിക? അതാ ഈ ഒരു കോർഡിനേറ്റ് എത്ര ഉണ്ടാവും? WL²/8 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ 50 × 8² ഇങ്ങനെയല്ലേ വരിക. അപ്പൊ അതിന്റെ വാല്യൂ ഒന്ന് നോക്കിയിട്ട് പറയും ആരെങ്കിലും. യെസ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, 400. താങ്ക് യു. 400 kN/m എന്ന് കിട്ടും. 400 kN/m. ഓക്കെ. അപ്പൊ ഇത് 400 ആണ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഏരിയ കിട്ടണം. ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? A2 2/3 ഓഫ് 400 × ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 8 മീറ്റർ ആണ്. നമ്മുടെ ബീമിന്റെ സ്പാൻ അല്ലെ 8. അത് ചെയ്യുമ്പോൾ അത് കിട്ടും. എത്ര വാല്യൂ വന്നിട്ടുള്ളത്? 2130 അല്ലേ. 2130 kN/m² എന്നല്ലേ കിട്ടുന്നത്? തെറ്റിയോ? വേറെ എന്തോ കമന്റ് ചെയ്തോ? 2130 അല്ലേ? യെസ്, 2/3. ഓക്കെ, ഇതന്നെ വരിക, ഏകദേശം തന്നെ വരും. ഓക്കെ. അപ്പൊ ഇനി x2 ബാർ എന്താ വരിക വാല്യൂ?
x2 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ സെന്റോഡിൽ നിന്ന് റൈറ്റിലേക്കുള്ള ദൂരം, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും സെയിം തന്നെയാണ്. ഇപ്പൊ റൈറ്റിലാണ് നമ്മുടെ സി വന്നിട്ടുള്ളത് അല്ലെ. ആ ദൂരം എത്രയാണ് വന്നിട്ടുള്ളത്? 4 മീറ്റർ. 8 മീറ്ററിന്റെ പകുതി ഉണ്ടാവും അല്ലെ. അപ്പൊ 4 മീറ്റർ അതും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയായിരുന്നു ഇക്വേഷനിൽ ആവശ്യം ഉണ്ടായിരുന്നത്? ഇക്വേഷൻ ആണെങ്കിൽ ഒന്നും കൂടി എടുത്ത് എഴുതുന്നുണ്ട്, നിങ്ങൾ നോക്ക്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? MA into L1 അല്ലെ. MA into L1 പ്ലസ് 2MB into L1 plus L2 plus MC into L2 plus 6A1 X1 bar by L1 plus 6A2 X2 bar by L2 equal to 0 അല്ലെ. ഇതായിരുന്നു നമ്മുടെ ത്രീ മൊമെന്റ് തിയറം അല്ലെങ്കിൽ ക്ലോപ്പേഴ്സ് തിയറം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് അല്ലെ. അതായത് രണ്ട് എൻഡിലും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഇങ്ങനെ നമ്മുടെ സ്പാൻ കിടക്കുന്നത്, ബീം ഇങ്ങനെ കിടക്കുന്നത് അല്ലെ. ഇവിടെ ലോഡിംഗ് ഉണ്ട്. ഇത് 6 മീറ്റർ, ഇത് 8 മീറ്റർ. ഇത് എ, ഇത് ബി ആൻഡ് ദിസ് ഇസ് സി. ഓക്കെ, നിങ്ങൾ നോക്ക്, ഇവിടെ ഇതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വരുന്ന സപ്പോർട്ട്. അപ്പൊ അത് സിംപ്ലി സപ്പോർട്ടഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പകരം ഇത് സിംപ്ലി സപ്പോർട്ടഡ് കേസ് ആണ് അല്ലെ. ഈ ഒരു കേസും ഈ ഒരു കേസും എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? MA അല്ലെ, ഈ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ മൊമെന്റിനാണ് നമ്മൾ MA എന്ന് പറയാം. അതുപോലെ സി എന്ന് പറഞ്ഞ പോയിന്റിന്റെ അല്ലെങ്കിൽ ആ സപ്പോർട്ടിന്റെ മൊമെന്റ് നമ്മൾ MC എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയത് കാരണം, അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ആയത് കാരണം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? MA ഈക്വൽ ടു 0, അതുപോലെ തന്നെ MC ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. രണ്ടെൻഡിലും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അത് കാരണം എന്ത് ചെയ്യാം? MAയും MCയും 0 ആണ് വരിക. ആ ഭാഗത്തുള്ള മൊമെന്റ് 0 ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ പിൻ ജോയിന്റ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ 0 ആണ് വരിക മൊമെന്റ്. പക്ഷെങ്കിൽ ഇത് കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ബി എന്ന് പറഞ്ഞ പോയിന്റിലത്തെയും സിംപ്ലി സപ്പോർട്ടഡ് അല്ലേ എന്നുള്ളത്. പക്ഷെങ്കിൽ അവിടെ ബീം രണ്ട് ഭാഗത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് കാരണം അത് സിംപ്ലി സപ്പോർട്ടഡ് ബീം, സിംപ്ലി സപ്പോർട്ടഡ് കേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ MBയിൽ അല്ലെങ്കിൽ പോയിന്റ് ബിയിൽ ഒരു മൊമെന്റ് ഉണ്ടാവും. അപ്പൊ അത് എത്ര വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞത് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നോക്ക്, നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ അതിൽ നിങ്ങൾ നോക്ക്, ഇവിടെ MA ഒക്കെ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേം പോകും അല്ലെ. അത് എൻ്റെ 0 ആയിട്ട് പോകും. അതുപോലെ തന്നെ ഇവിടെയും പോകും. MCക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു ടേമും ബാക്കി ഉണ്ടാവില്ല അല്ലെ. ബാക്കി എന്താ ഉണ്ടാവുക? 2MB into L1 plus L2 പ്ലസ് ഈ ഒരു 6A1 X1 ബാർ ബൈ L1 എന്ന് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ടേംസ് ഉണ്ടാവും. അപ്പൊ നമുക്കൊന്ന് എടുത്തെഴുതാം. ഒന്നുകൂടി വേണമെങ്കിൽ ഇക്വേഷൻ ഞാൻ എടുത്തെഴുതാം. ബാക്കിയുള്ളത് എന്താ ഉള്ളത്? 2MB അല്ലെ. 2MB ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്? L1 പ്ലസ് L1 എത്രയാണ്? 6 ആണ്. L2 എത്രയാണ്? 8 ആണ്. അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താ ഉള്ളത്? എന്താ 6A1, അതുകൊണ്ട് 6A2യുടെ കേസും ഉണ്ട് അല്ലെ. അപ്പൊ 6 ഇൻറ്റു A1 എത്രയായിരുന്നു? A1 നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. 1050 എന്തായിരുന്നു? 1050. L1 എത്രയായിരുന്നു? 3 ആയിരുന്നു. ഡിവൈഡ് ബൈ 6. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ടേം എന്താണ്? 6A2 X2 ബാർ അല്ലെ. ഇപ്പൊ 6 ഇൻറ്റു 2130 ആയിരുന്നു ഇൻറ്റു L2 എത്രയായിരുന്നു? L2 എന്ന് പറയാ ആരെങ്കിലും? L2 എത്രയായിരുന്നു? നിങ്ങൾ എഴുതുന്നില്ലേ? പറയുമ്പോ ഇതിനൊപ്പം എഴുതുന്നില്ലേ? ആ ഓക്കെ, അലൻ പറഞ്ഞിട്ടുണ്ട് 4. ശരിയാണ്. L2 4 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു 0. ഓക്കെ അല്ലെ. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കി, ഈ ഇക്വേഷനിൽ ഇപ്പൊ നമുക്ക് എന്താ അറിയാത്തതുള്ളൂ? ഒറ്റ ടേം അറിയാത്തതുള്ളൂ. എന്താണ്? MB ആണ്. അപ്പൊ അതിന് സോൾവ് ചെയ്താൽ മതി, അത് കണ്ടെത്തിയാൽ മതി. ഓക്കെ അല്ലെ. അപ്പൊ അത് കണ്ടെത്തുമ്പോ നമുക്ക് കിട്ടുക MB ഈക്വൽ ടു എന്താണ്? എട്ടാണ്. ഞാൻ എക്സ്പയർ ആയി പോയി. സോറി, ഇവിടെ ഡിനോമിനേറ്ററിലല്ലേ? സോറി. ഇവിടെ ഓക്കെ താങ്ക് യു. ഓക്കെ, ശരിയാണ്. അപ്പൊ അത് L2 8. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് MBയുടെ വാല്യൂ ആയിട്ട് കിട്ടുക -343.93 ആണ്. അത്രയും കിലോന്യൂട്ടൺ മീറ്റർ.
ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ചിലപ്പോൾ ചിലർക്ക് ഇത് എങ്ങനെ ചെയ്യാന്നൊക്കെ കുറെ ഡൗട്ട് ഉണ്ടാവും. ഇതൊക്കെ ബേസിക് മാത്സ് അല്ലേ? അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എം ബി എങ്ങനെ കാണാൻ അറിയാത്ത കുട്ടികൾ ഉണ്ടാവും. ഇപ്പൊ എം ബി എങ്ങനെ കാണാം? നിങ്ങൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള അല്ലെ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ടേംസുകൾ ഉണ്ട്. ആ 3 ടേംസിന്റെ വാല്യൂസ് നിങ്ങൾ നോക്കുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എം ബി കിട്ടിയിട്ടുണ്ട്. എങ്ങനെ അത് കിട്ടിയതെന്ന് പറയാണ്. അപ്പൊ ഇതൊന്ന് ചെയ്യാം. ഈ വാല്യൂ എത്ര വരിക എന്നുള്ള കാൽക്കുലേറ്ററിൽ നോക്കുക. അതുപോലെ തന്നെ ഇത് നോക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാണ്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 3 എന്ന് കിട്ടി വാല്യൂ. സപ്പോസ് ഒരു ബേസിക് എന്താ പറയാ ഒരു ഊഹം വെച്ച് പറയാണ്. ഏകദേശം സെയിം ഒന്നുമല്ല. വാല്യൂ എങ്ങനെ കണ്ടെത്താന്നുള്ളത് പറയണം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. ഇത് ചെയ്ത സമയത്ത് ഒരു 5 എന്ന് കിട്ടി. ഓക്കെ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 2 × 6 + 8 അല്ലെ? 14 × 2 28. അപ്പൊ 28 MB അല്ലെ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 28 × MB + 3 + 5 = 0 എന്ന് എഴുതാം അല്ലെ? ഇനി എന്ത് ചെയ്യാം? ഈ 28 MB ഇവിടെ തന്നെ നിർത്തുക. ബാക്കി ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോവാം. ഈ 3 + 5 എന്ന് പറയുമ്പോൾ 8 ഉണ്ടാവും. ആ 8ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തുണ്ടാവും? -8 എന്ന് വരും. ഇനി MB എന്താ വരിക? MB = -8/28. ഈ രീതിയിലാണ് നിങ്ങൾ കാണുക കേട്ടോ. ഇങ്ങനെയാണ് കാണേണ്ടത്. അപ്പൊ അത് ഡൗട്ട് ഉള്ളവർ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് 3ഉം അത് 5ഉം ഒക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതല്ല വരിക, വാല്യൂ ഹയർ വാല്യൂ ആണ് വരിക. അപ്പൊ അത് ഓക്കെ അല്ലേ? അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? MB -343.93 kN/m എന്ന് കിട്ടും. പിന്നെ ഇവിടെ MB നമുക്ക് മൈനസ് കിട്ടാൻ കാരണം അത് ഹോഗിങ് മൊമെന്റ് ആയത് കാരണമാണ്. ഹോഗിങ് മൊമെന്റ് അതിന് ഡീറ്റെയിൽസ്ക്ക് പോകുന്നില്ല. അപ്പൊ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? അതെങ്ങനെ ചെയ്ത് കിട്ടുന്നത് മനസ്സിലായില്ലേ? MB എങ്ങനെ കാണാന്നുള്ളത്? ഓക്കെ. അപ്പൊ MB നമുക്ക് കിട്ടി. അത് -343 ആണ്. -343.93 kN/m അല്ലെ? ഇനി നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ജസ്റ്റ് ബേസിക് ആയിട്ട് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇങ്ങനെ വരും. ഇപ്പൊ 2 സ്പാനുകൾ ഉണ്ട്. അപ്പൊ 2 സ്പാനത്തെയും ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യാം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം അല്ലെ? സിംപ്ലി സപ്പോർട്ടഡ് കേസിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാം. അപ്പൊ ഫസ്റ്റ് അത് എത്രയായിരുന്നു? മീൻസ് ആ ഒരു ഓർഡിനേറ്റിന്റെ വാല്യൂ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 270 ആയിരുന്നു അല്ലെ? യെസ്, 270 ആയിരുന്നു. രണ്ടാമത്തേന് അത് 400 ആയിരുന്നു. കുറച്ചും കൂടി ഹയർ വാല്യൂ കിട്ടും. അപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് കേസിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഇനി മറ്റേത് കേസിൽ നമുക്ക് എത്ര കിട്ടുന്നത്? -343 ആണ് അല്ലെ? ഈ പോയിന്റിൽ നമുക്ക് കിട്ടിയത് -343 ആണ്. അതിന് നമ്മൾ മുകളിലേക്ക് തന്നെ വരച്ചിട്ടുള്ളത്. നിങ്ങൾ വരയ്ക്കുന്നത് മുകളിലേക്ക് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരയ്ക്കാം. ഈ 2 എൻഡിലും നമുക്ക് അത് കിട്ടിയിട്ടുള്ള എത്രയാണ്? 0 ആണ് അല്ലെ? ഫിക്സ്ഡ് മൊമെന്റ് 0 ആണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഇവിടെ മീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു ലൈന് വരയ്ക്കണമെന്നില്ല, ഇത്ര വരച്ചാൽ മതി. അപ്പൊ ഇതിൽ കാണിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇത് പോസിറ്റീവായിട്ട് കാണിക്കാം, ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ്. എന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഈ ഭാഗത്തൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ആ ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗത്തിന് പുറമേയുള്ള ഭാഗം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരിക? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. അപ്പൊ ഇതിൽ ഈ പോയിന്റ് എത്രയായിരുന്നു? ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 343.93 kN/m ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഫിഗറിൽ ഈ വാല്യൂസ് കൂടെ കാണിക്കേണ്ടതുണ്ട്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഇവിടുത്തെ മിഡ് സ്പാൻ, ഈ ഒരു മിഡ് സ്പാനത്ത് വരുന്ന ഈ വാല്യൂ ഇത് എത്ര എന്നുള്ളത് കാണിക്കണം. അതുപോലെ തന്നെ ഈ ഒരു മിഡ് സ്പാൻ, ഈ സ്പാനിന്റെ മിഡ് വാല്യൂ ആയിട്ടുള്ള ഈ വാല്യൂ എത്ര എന്നുള്ളത് കാണിക്കണം. അപ്പൊ അതുകൂടി കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായി? ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? അപ്പൊ അതെങ്ങനെ കാണും? എങ്ങനെ കാണാം? നോക്ക്, ഫസ്റ്റത്തെ ഈ ഒരു ഹയർ വാല്യൂ നമുക്കറിയില്ലേ? ഈ വാല്യൂ എത്രയാണ്? അത് നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് കേസിന്റെ വലിയ വാല്യൂ അല്ലേ? അല്ലെങ്കിൽ ഹയസ്റ്റ് ഓർഡിനേറ്റ് അല്ലേ? അത് എത്രയാണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ 270 അല്ലേ കിട്ടിയത്? നേരത്തെ നമ്മൾ പറഞ്ഞത് 270 അല്ലേ? WL²/8 W1L²1 മീൻസ് L1²/8 ചെയ്തപ്പോൾ 270 അല്ലേ കിട്ടിയത്? യെസ്, അലൻ പറഞ്ഞു 270. അപ്പൊ ഇത് 270 ആണ്.
ആ 270 നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത്രയും ഭാഗം മൈനസ് ചെയ്താൽ പോരെ? ഇത്രയും ഭാഗം മൈനസ് ചെയ്താൽ മതി അല്ലെ? ഇനി ഈ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടുക? നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഇത് ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഞങ്ങൾ ഗ്രീൻ കളർ കൊണ്ട് വരയ്ക്കുന്നത് കാണുന്നില്ല എനിക്ക്. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്ത് നോക്ക്. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ വാല്യൂ 343.93 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെന്ററത്തെ വാല്യൂ എത്ര വരിക? സെന്ററത്തെ വാല്യൂ ഇതിന്റെ പകുതി അല്ലേ ഉണ്ടാവുക അല്ലെ? അപ്പൊ ഇത് എത്ര വരിക വാല്യൂ? 343.93/2 ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂ എത്ര വരും? ആ വാല്യൂ എത്ര വരിക? 270 മൈനസ് 343.93/2. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വാല്യൂ നമ്മൾ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾ ഒരു 100ന്റെ അടുത്തുള്ള ഒരു വാല്യൂ വരും. ആരെങ്കിലും ചെയ്ത് നോക്കുവോ? കുറെ പേര് ലെഫ്റ്റ് ആവുന്നുണ്ടല്ലോ. ഓക്കെ, ആ 98.03 സംതിങ് വരും. 03 നമ്മൾ കൺസിഡർ ചെയ്യണ്ട, ജസ്റ്റ് 98 kN എന്ന് എഴുതാം. അപ്പൊ ആ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഈ വാല്യൂ വന്നിട്ടുള്ളത് 98 ആണ്. ഇനി ഇതുപോലെ തന്നെ ഈ വാല്യൂ കണ്ടെത്തി നോക്ക്. സെയിം തന്നെ അല്ലേ? ആ ട്രയാങ്കിൾ തിരിച്ച് പുറത്തേക്ക് എടുക്കണം എന്നല്ലേ ഉള്ളൂ. ഇവിടുത്തെ ഈ വാല്യൂ നമുക്ക് അറിയാം. എത്രയാണത്? നമ്മൾ നേരത്തെ 400 എന്ന് കണ്ടെത്തി വെച്ചിട്ടുണ്ട് അല്ലെ? സിംപ്ലി സപ്പോർട്ട് ബീമിൽ കേസിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ജാഷിം എന്താണ് കമന്റ് ചെയ്തിട്ടുള്ളത്? ഞാൻ കണ്ടില്ല. ഇങ്ങനെ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഏതായാലും ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് 400 ആണ്. അപ്പൊ 400ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇത്രയും ഭാഗം മൈനസ് ചെയ്യണം. അഗെയിൻ ആ ഒരു വാല്യൂ തന്നെയല്ലേ വരിക. അപ്പൊ അത് ഇങ്ങോട്ടേക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? സെയിം ആ സംഗതി തന്നെ ഉണ്ടാവും അല്ലെ? അപ്പൊ 400 മൈനസ് 343.93/2 അത് ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഇങ്ങനെയല്ലേ വരിക, ട്രയാങ്കിൾ ഇങ്ങോട്ടേക്ക് വരും അല്ലെ? അപ്പൊ അവിടെ ഇത് തന്നെയാണ്, ഇതിന്റെ പകുതി തന്നെയാണ് ഇവിടെ വരിക. അപ്പൊ നമുക്ക് ബാക്കി കിട്ടും. അപ്പൊ എത്ര വരുന്നിട്ടുള്ളത്? ഇത് എത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്? ആകെ അലന് മാത്രം ചെയ്ത് നോക്കുന്നുള്ളല്ലോ, ബാക്കിയൊന്നും ചെയ്യുന്നില്ല. ബാക്കി എല്ലാവരും കുറെ ആൾക്കാരുണ്ടല്ലോ, 35 പേരോളം ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ബാക്കി എത്ര വാല്യൂ കിട്ടിയ? ദാനിഷിന് എത്ര കിട്ടിയ? ദാനിഷ്, ആദിത്യ, അരുൺ, നിങ്ങളും ചെയ്ത് നോക്കുന്നില്ലേ? ഓക്കെ, അഭിഷേക് പറഞ്ഞിട്ടുണ്ട് 228. ശരിയാണ്, ഗുഡ്. 228 എന്ന് കിട്ടും. 228 kN. അപ്പൊ അതും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ വാല്യൂ ആയിട്ടുണ്ട് അല്ലെ? ഈ ഒരു വാല്യൂ എത്ര കിട്ടിയത്? 228 kN എന്ന് കിട്ടി. അപ്പൊ ജസ്റ്റ് ഒന്ന് വൃത്തിക്ക് ഒന്നും കൂടി വരയ്ക്കാം. നിങ്ങൾ ഫൈനലായിട്ട് വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ത്രീ പോർഷൻസ് ഷെയ്ഡ് ചെയ്യാം. ഇന്റർസെക്ട് ചെയ്യാത്ത ഭാഗങ്ങൾ. എന്നിട്ട് ഈ വാല്യൂസ് ഒന്ന് എഴുതി വെക്കുക. ഇത് 343.93 kN. അതുപോലെ ഇത് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, 228 kN. പിന്നെ ഇത് 98 kN. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ബേസിക് ആയിട്ട് അറിയേണ്ടത് നമുക്ക് ആ ഒരു ഇക്വേഷൻ ആണ്. ത്രീ മൊമെന്റ് തിയറത്തിന്റെ ഇക്വേഷൻ. ത്രീ മൊമെന്റ് തിയറത്തിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഇക്വേഷൻ വളരെ എം എ അല്ലെ, എം എ ഇൻറ്റു L1 പ്ലസ് 2MB ഇൻറ്റു L1 പ്ലസ് L2 പ്ലസ് MC ഇൻറ്റു L2 പിന്നെ പ്ലസ് 6A1
x1 bar by L1 plus 6a2 x2 bar by L2 equal to 0. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ഉണ്ടാവും. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, അതിന് മുന്നത്തെ വർഷം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മുന്നത്തെ പ്രാവശ്യം ഉണ്ടായിരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. പിന്നെ ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്ന റിവിഷൻ 2015 റിവിഷൻകാർക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ടിഎസിന്റെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നത്തെ റിവിഷനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. 2015 റിവിഷന്റെ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിലൊക്കെ തന്നെ ഈ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അപ്പൊ മാക്സിമം പോയി കഴിഞ്ഞാൽ ഇത്ര ചോദിക്കുള്ളൂ, 2 സ്പാൻ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഈ സ്പാനില് 2 സ്പാനിലും എന്ത് വന്നിട്ടുണ്ട്, UDL ആണ് വന്നത്. ഓക്കെ, ഇനി ചിലപ്പോ എന്ത് തരും, ഒരു സ്പാനിൽ UDL തരും, മറ്റേ സ്പാനിൽ എന്ത് തരും, പോയിന്റ് ലോഡ് തരും. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു 2 സ്പാനിലും പോയിന്റ് ലോഡ് തരും. ഈ ഒരു 3 കേസിലെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാവുള്ളൂ. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ബേസിക് മെത്തേഡ് തന്നെയാണ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിക്ക് പോകാനുള്ള നേരമില്ല, ഓൾറെഡി 3/4 മണിക്കൂറായില്ലേ. ഈ ഇത് കണ്ടിന്യൂസ് ബീമിൽ മാത്രമല്ല, എന്താണ് കേട്ടില്ല, ഒന്നുകൂടി പറയാം. കണ്ടിന്യൂസ് ബീമിൽ മാത്രമല്ലേ ഈ ഇക്വേഷൻ ഉപയോഗിക്കുള്ളൂ? അതെ, കണ്ടിന്യൂസ് ബീമിൽ 2 സ്പാൻ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ ഈ കേസിൽ തന്നെ ആണെങ്കിൽ ഒന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നതിന് പകരം, ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് പറഞ്ഞു കഴിയട്ടെ. ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യന് ഇപ്പൊ നമുക്ക് 2 സ്പാനിലും UDL വന്ന് അല്ലെ, അതിനു പകരം നമുക്ക് ഇങ്ങനെ ഫസ്റ്റത്തെ സ്പാനിൽ UDL വന്നു, രണ്ടാമത്തെ സ്പാനിൽ പോയിന്റ് ലോഡ് വന്നു. അങ്ങനെയാണെങ്കിൽ എന്താ മാറ്റം ഉണ്ടാവുക, നമ്മൾ ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നെ ഈ സ്പാനിന്റെ ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടുക, പാരബോളിക് അല്ല, പകരം എന്താ വരിക, ട്രയാങ്കുലർ ഷേപ്പ് വരിക. ആ ഒരു ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ ഫൈനൽ ആ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ എങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ വാല്യൂ നമ്മൾ എങ്ങനെ കാണാം, സിംപ്ലി സപ്പോർട്ടിൽ പോയിന്റ് ലോഡ് വരുമ്പോൾ അത് WL/4 ആണ് അല്ലെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, WL²/8. അപ്പൊ ആ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലെ. ഇനി രണ്ടും ഇത് വരുമ്പോഴോ, 2 സ്പാനിലും എന്ത് പോയിന്റ് ലോഡ് തന്നെ വന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവാം, മിനിമം ഡയഗ്രം ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇനി നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. നേരത്തെ ആരോ ചോദിച്ചിരുന്നു ഡൗട്ട്, അപ്പോഴാണ് ഞാൻ സംസാരിച്ചത്. അവര് ചോദിക്കും, എന്താ ഉള്ളത്, ഡൗട്ട് എന്താ? ഒന്നുമില്ലേ? ഡൗട്ട് ഒന്നുമില്ല, ആർക്കും ഡൗട്ട് ഇല്ലേ? ഡൗട്ട് ഇല്ലെങ്കിൽ ഇപ്പൊ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ ഒക്കെ മനസ്സിലായി. ഏതാ? സാധ്യത എന്താ പറഞ്ഞു? സാറേ ഞാൻ ചോദിക്കുന്നത്, UDL ആണ് ലോഡെങ്കിൽ WL²/8. UDL ആണെങ്കിൽ WL²/8. ആ, അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഇതിൽ UDL വരികയാണെങ്കിൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഈ ഒരു ഹയസ്റ്റ് ഓർഡിനേറ്റ് മാക്സിമം വാല്യൂ പറഞ്ഞത് കേട്ടോ, WL²/8. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീമില് പോയിന്റ് ലോഡാ വരുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇങ്ങനെ ട്രയാങ്കുലർ ഷേപ്പിലാ വരിക. ആ ട്രയാങ്കിൾ ഷേപ്പിന്റെ ഈ ഒരു ഹയസ്റ്റ് ഓർഡിനേറ്റിന്റെ വാല്യൂ WL/4 കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആരെന്തോ കമന്റ് ചെയ്തോ, ഞാൻ കണ്ടില്ല ഇതില്.
കോൾ മെസ്സേജ് എടുക്കാൻ കോൾ മെസ്സേജ് സർ ഫിഗർ ഫുള്ള് ഒന്ന് വരക്കുവോ? ഏതിന്റെ ഫിഗറാ ചോദിച്ചത് അരുൺ? സോറി അർജുൻ. ഫിഗർ ഫുള്ള് വരക്കി വെച്ചാൽ ഏതിൻ്റെതാണ് അർജുൻ ചോദിക്കുന്നത്? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയാണ് കരുതുവാണ്. ഫസ്റ്റ് തൊട്ട് സാറേ പറഞ്ഞോളൂ. ഈ പോയിന്റ് ലോഡ് സെന്ററിൽ ഞാൻ അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട് വേറെ വരുന്നത് ഇക്വേഷൻ അല്ല ഉപയോഗിക്കുന്നത്? പോയിന്റ് ലോഡ് സെന്ററിൽ അല്ലെങ്കിൽ പിന്നെ കാണണം, അത് WAB/L വെച്ചിട്ട് കണ്ടാൽ മതി. ഓക്കെ, WAB/L അല്ലേ? അതെ, WAB/L. അതായത് ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ നന്നായി. അതായത് ഇപ്പൊ ഈ പോയിന്റ് ലോഡ് സെന്ററിലാണെങ്കിലാണ് നമ്മൾ WL/4 പറഞ്ഞത്. അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത് എല്ലും ഈ ഡിസ്റ്റൻസ് എ, ഈ ഡിസ്റ്റൻസ് ബി യു ആണെങ്കിൽ നമുക്ക് എങ്ങനെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരാം? എപ്പോഴും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഹയസ്റ്റ് വാല്യൂ ആ പോയിന്റ് ലോഡിന്റെ ഭാഗത്തോട്ട് വരിക. ഇങ്ങനെ വരും. ഒരു പക്ക സിമെട്രിക്കൽ ആയിട്ടുള്ള ട്രയാങ്കിൾ അല്ല ഉണ്ടാവുക. ഈ കേസിൽ പറഞ്ഞ പോലെ ഈ ഒരു ഹയസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര വരിക W/AB/L വരിക കേട്ടോ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. ഓക്കെ അല്ലേ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഒരു കറക്റ്റ് സെന്ററിലാണെന്നുള്ള കേസാണ്. സാർ അത് MDന്റെ നമ്മളെ BMD വരച്ച സമയത്ത് അത് പാരാബോൾ അല്ല ട്രയാങ്കിൾ ആയിട്ടാണോ വരയ്ക്കേണ്ടത്? ഏതിന്റെ? ഇപ്പൊ നമ്മള് സിംപ്ലി സപ്പോർട്ട് ആയിട്ട് രണ്ടെണ്ണം കൺസിഡർ ചെയ്തു, അത് നമ്മൾ പരാബോള ആയിട്ട് വരച്ചു. പിന്നെ നമ്മള് MAയും 0 MCയും 0 MDയിലെ നമ്മൾ വാല്യൂ കണ്ടിട്ട് അത് ട്രയാങ്കിൾ ആയിട്ടാണോ വരയ്ക്കേണ്ടത്? അത് ട്രയാങ്കിൾ ആയിട്ട് വരക്കാം, ലീനിയർ ആയിട്ട്. ഓക്കെ, വേറെ എന്താ ഡൗട്ട് ഉണ്ടോ? പത്ത് മിനിറ്റ് കൂടെ ഉള്ളത്. കോൾ വിൽ എൻഡ് ഇൻ 10 minutes എന്ന് പറയുന്നുണ്ട്. ഗൂഗിൾ മീറ്റ് ഇവിടെ ഒരു കറക്റ്റ് ഒരു കിട്ടുള്ളൂ. അതിന് മുകളിൽ കിട്ടണമെങ്കിൽ പെയ്ഡ് വെർഷൻ എടുക്കണം. എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് നടക്കുന്നുണ്ടോ? അപ്പൊ സിംപ്ലി സപ്പോർട്ട് സാറേ ഒരു മിനിറ്റ്, സിംപ്ലി സപ്പോർട്ട് മാത്രമേ ക്വസ്റ്റ്യൻ വരാറുള്ളൂ അതോ ഇനി ഫിക്സഡ് എൻഡ് ആയിട്ട് വരുമോ ഈ ക്വസ്റ്റ്യൻസ്? വരുമ്പോൾ തന്നെ ചെയ്യേണ്ടത് സിംപ്ലി സപ്പോർട്ട് ആക്കിയിട്ട് തന്നെ ചെയ്യേണ്ടത്. സിംപ്ലി സപ്പോർട്ട് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് ചെയ്താൽ മതി. അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എന്തെങ്കിലും ഉണ്ടോ? അതോ ലാബ് എക്സാം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ എന്താണ് അവസ്ഥ? സ്റ്റഡി ലീവ് ആണോ? എക്സാം പറഞ്ഞിട്ടുണ്ട്. CMSC. ഓക്കെ, ഇന്റേണൽ പേപ്പർ അല്ലേ? ഓക്കെ, S5-നല്ലേ അത്? ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുമോ? റെക്കോർഡ് ഞാൻ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്, ചിലപ്പോഴേ അത് റെഡി ആവുള്ളൂ. ചില സമയത്ത് അത് റെക്കോർഡിങ് സ്ക്രീന് മാത്രം റെക്കോർഡ് ആവും, സൗണ്ട് കിട്ടാറില്ല. ചിലപ്പോൾ രണ്ടും കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടൂല. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവലുണ്ട്. റെക്കോർഡ് ഓൺ ആക്കിയിട്ടുണ്ട്, എന്താ അവസ്ഥ എന്നുള്ളത് ലാസ്റ്റ് റെൻഡർ ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഓക്കെ, കിട്ടുകയാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം. വേറെ എന്താ ചോദിച്ചാൽ ആരെങ്കിലും? ക്ലാസ് ഉണ്ട്. എന്താണ്? നാളെ ക്ലാസ് ഉണ്ട്. നാളെ ഇവിടെ CBR കോഴ്സ് പർച്ചേസ് ചെയ്തവർക്ക് ക്ലാസ് ഉണ്ട്. അവർക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ വെക്കുന്നുണ്ട്. നമ്മുടെ MRHന്റെ ക്ലാസ് ഇല്ലേ, MRHന്റെ CBR ആ വീഡിയോ പർച്ചേസ് ചെയ്തവർക്കുള്ള ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ് ആണ് നാളെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
സാറേ ഇതില് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കേണ്ടി വരുമോ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ചോദിക്കാമെങ്കിൽ അത് വരയ്ക്കാം. അപ്പൊ അതില് വരയ്ക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ റിയാക്ഷൻസ് കാര്യങ്ങൾ കണ്ടെത്തണം, എന്നിട്ട് അത് വരയ്ക്കാൻ പറ്റുള്ളൂ. അത് ഓരോ പോയിന്റത്തെയും റിയാക്ഷൻസ് ഉണ്ടല്ലോ, അതോടെ കണ്ടെത്തിയിട്ട് വേണം വരയ്ക്കാൻ. അത് പറഞ്ഞു നോക്കിയാ അത് വരയ്ക്കില്ല. എന്താണ് പറഞ്ഞു വെച്ചാൽ മാത്രം അങ്ങനെ വരച്ചാ പോരെ? ആ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കൂടി വരയ്ക്കാൻ പറയുകയാണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അതിന് എക്സ്ട്രാ ഓരോ റിയാക്ഷൻസ് കാണണമെന്നുള്ളൂ. അതായത് സ്പാൻ എ എന്ന് പറഞ്ഞ പോയിന്റത്തെ റിയാക്ഷൻ കാണേണ്ടി വരും, ബി എന്ന് പറഞ്ഞ പോയിന്റത്തെ റിയാക്ഷൻ കാണേണ്ടി വരും, സി എന്ന് പറഞ്ഞ പോയിന്റത്തെയും റിയാക്ഷൻ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ഇതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് കിട്ടാൻ എന്താ പറഞ്ഞത്? ഏതാ സാദിക്ക് എന്താ ചോദിച്ചാൽ മനസ്സിലായില്ല, ഒന്നുകൂടി ചോദിക്കോ? ഇതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് അറിയാൻ എന്താണ് PDF അല്ലെങ്കിൽ മെസ്സേജ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണോ? അതെ, ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, 9ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ട്. നവംബർ 2023 പാർട്ട് സിയിലത്തെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞത്. ഓ ഓക്കെ ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറേ അടുത്ത ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യന്റെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഒന്ന് കാണിച്ചു തരൂ. അടുത്ത ക്ലാസ് ഇനിയിപ്പോ എന്നാ വെക്കാന്ന് പറയാൻ പറ്റില്ല, എന്തായാലും നോക്കാം കേട്ടോ. ക്ലാസ് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾക്ക് സിമ്പിൾ സംഗതികളെന്ന് ചോദിക്കുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്കിപ്പോ അവിടെ എത്ര സമയം? ഇവിടെ 9 മണി ആവാനായില്ലേ? നിങ്ങളൊക്കെ ഏതാ കോളേജും പോളിടെക്നിക് ഏത് കോളേജൊക്കെ ഉള്ളത്? നിങ്ങള് കുറച്ച് പേരൊക്കെ എനിക്ക് അറിയുള്ളൂ. കൊട്ടിയം ഉണ്ടാവും, പിന്നെ പെരിന്തൽമണ്ണ ഉണ്ടാവും, ത്യാഗരാജ, പിന്നെ ഏതാ ഉള്ളത്? SSM ഏതാ? NSS പോളി, പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഉണ്ടാവും, മലബാർ പോളി ആരും ഇല്ലല്ലേ? ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ CBR കോഴ്സ് പർച്ചേസ് ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ ക്ലാസ് ഉണ്ട്. നാളെ സെയിം ടൈം 8 to 9 കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് വെക്കുകയാണെങ്കിൽ അപ്പൊ കാണാം. നല്ല രീതിയിൽ പഠിക്കാൻ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? സാർ ഇതിന് PDF നോട് ഗ്രൂപ്പിൽ അയക്കോ? ഇതിന്റെ PDF കിട്ടാന്ന് നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ അയക്കാം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ താങ്ക് യു.